ആ കൊടും കുറ്റവാളിയുടെ ഏറ്റവും പുതിയ ചിത്രം ഇതാണ്. അവന്റെ ഇപ്പോഴത്തെ രൂപം ഏറ്റവും പുതിയ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഇപ്പോൾ പോലീസ് നമുക്ക് കൈമാറിയ ഏറ്റവും പുതിയ ചിത്രമാണ്. ഇതാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിന്റെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുന്നത്. ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മുഖം മനസ്സിൽ വെക്കൂ. ഇതാണ് അവന്റെ ഏറ്റവും പുതിയ രൂപം. എവിടെയെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കാനുള്ള നമ്പറുകളടക്കം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷ, നമ്പർ കൂടി വളരെ വേഗത്തിൽ ഒന്ന് കളക്ട് ചെയ്യൂ. ഇതാ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ഇവനാണ് ഗോവിന്ദസ്വാമി. ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യം. ഈ ദൃശ്യങ്ങൾ കാണുന്നവർ, ഈ ചിത്രം കാണുന്നവർ ഇങ്ങനെയുള്ള ഒരാളെ എവിടെയെങ്കിലും കണ്ടാൽ വളരെ വേഗം പോലീസിനെ വിവരം അറിയിക്കുക. ഇതാണ് ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ ചിത്രം. ഈ രൂപത്തിലാണ് അവൻ ജയിൽ ചാടിയിരിക്കുന്നത്. സ്വാഭാവികമായും അവൻ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പുതിയ ചിത്രം ഇതാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഗോവിന്ദസ്വാമിയുടെ രൂപം എന്ന് പറയുന്നത്. ഈ ഗോവിന്ദസ്വാമിയാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ജയിൽ ചാടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാ ഗോവിന്ദസ്വാമിയുടെ പുതിയ ചിത്രം. പ്രേക്ഷകരെ ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കുക. ഇവന്റെ പുതിയ ചിത്രം ഇതാണ്. ഗോവിന്ദസ്വാമിയുടെ പുതിയ മുഖം എന്ന് പറയുന്നത്. നേരത്തെ കണ്ട രൂപങ്ങളൊക്കെ മാറ്റി തലമുടിയൊക്കെ കുറ്റിയായി വെട്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ മുഖമാണിത്. ഇയാളെ വളരെ വേഗത്തിൽ പിടികൂടുന്നതിനുള്ള പരിശോധനകൾ വ്യാപകമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സന്തോഷ്, കേൾക്കാമോ? ഇതാ ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. ഇന്ന് പുലർച്ചെ 5 മണിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ രൂപം ഇതാണ്. ഈ ഫോട്ടോ ഇതാണ് അവന്റെ ഏറ്റവും പുതിയ ഫോട്ടോ എന്ന് പറയുന്നത്. ഇത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം എടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുടിയൊക്കെ കുറ്റിയായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. പഴയ രൂപമല്ല ഇപ്പോൾ ഗോവിന്ദസ്വാമിക്ക്. ഇതാണ് ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ ലുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ എത്രയും വേഗം പോലീസിനെയോ അതല്ലെങ്കിൽ അറിയിക്കുക, മറ്റു സംവിധാനങ്ങളിലൂടെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുക. കാരണം കൊടും കുറ്റവാളിയാണ്. നമ്മുടെ ഒരു സഹോദരിയെ കൊലപ്പെടുത്തിയ, ഏറ്റവും ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഏറ്റവും കൊടും ക്രൂരനായ ഒരു മനുഷ്യമൃഗമാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കണ്ടാൽ തടഞ്ഞു വെക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇതാണ് അവന്റെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദസ്വാമി ഇന്ന് പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എങ്ങനെ ജയിൽ ചാടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതും അതിലേറെ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ്. പോലീസ് ഇതെല്ലാം പരിശോധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യാപകമായ തെരച്ചിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിൽ ഉടനീളം, ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഹൈ അലർട്ട് മെസ്സേജുകൾ നൽകിയിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് മെസ്സേജുകൾ നൽകിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയിട്ടുണ്ടോ, ബസ്സിൽ കയറി മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, ഇനി ടാക്സിയിൽ കയറി പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള സകലമാന സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എങ്ങനെ ജയിൽ ചാടി എന്നത് സംബന്ധിച്ച് പരിശോധനകൾ വേറെ നടക്കുന്നു. ആദ്യം നമുക്ക് കിട്ടേണ്ടത് ഈ പ്രതിയെ തന്നെയാണ്, ഈ ഗോവിന്ദസ്വാമിയെ തന്നെയാണ്. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളി, കൊടും ക്രിമിനൽ ജയിൽ ചാടി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത ഇന്ന് പുലർച്ചെ 7:23 പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൈരളി ന്യൂസ് നൽകുകയായിരുന്നു. ഏതായാലും ഇവനെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാ അവന്റെ ഫോട്ടോ ഒരിക്കൽ കൂടി വിശാലമായി തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട്. മുഖം മനസ്സിൽ വെച്ചോളൂ. ഇതാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത്. ഞാൻ പലവട്ടം ആവർത്തിച്ച് പറയുന്നത്, ഇവൻ ജയിൽ ചാടി എങ്ങോട്ടേക്കാണ് പോയതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരുടെയെങ്കിലും മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുഖം തിരിച്ചറിയണം. ഇതാണ് ഗോവിന്ദസ്വാമി. ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ ഫോട്ടോയാണിത്. ഈ ഫോട്ടോ, ഈ ലുക്കിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഖം മനസ്സിൽ വെച്ചോളൂ. ഒരു പക്ഷേ പുറത്തിറങ്ങി ഈ താടി മുടിയൊക്കെ വടിച്ച് കൂടുതൽ രൂപഭാവം വരുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കൊടും ക്രിമിനൽ അല്ലേ, അതൊക്കെ ചെയ്തേക്കാം. പക്ഷേ എങ്കിൽ പോലും ഇതാണ് രൂപമെന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിൽ ഓർത്തു വെച്ചോളൂ. ഏതായാലും വ്യാപകമായ പരിശോധന, CCTV ലഭ്യമല്ലേ എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. CCTV ഒക്കെ പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തൊക്കെ തന്നെ ആ CCTV ദൃശ്യങ്ങളടക്കം നമ്മുടെ മുൻപിലേക്ക് എത്തും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഏതായാലും ഇപ്പോൾ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ പ്രതി ജയിൽ ചാടിയത് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അതീവ സുരക്ഷ മറികടന്നുകൊണ്ട് എങ്ങനെ ജയിൽ ചാടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. അത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, അതെങ്ങനെയാണ് എന്നതിലൊക്കെ വിശദമായ പരിശോധനകൾ നടക്കുന്നു. ഏതായാലും അധികം ദൂരം ഓടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ ചിന്തയെന്ന് പറയുന്നത്. കാരണം ഒന്നാമത് ഇയാൾ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ കൂടിയാണ്. പക്ഷേ അങ്ങനെ സ്വാധീനമില്ലാത്ത ഒരാളാണ് ജയിൽ ചാടിയത് എന്നതും ഓർമ്മ വേണം. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള കയ്യിലിരിപ്പ് വെള്ളച്ചിൽ ചെറുതല്ല, അത് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ വ്യാപകമായ പരിശോധന, അരിച്ചു പെറുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. സന്തോഷ്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ എവിടെയെങ്കിലും കണ്ടാൽ അത് അറിയിക്കാനുള്ള ഫോൺ നമ്പർ അടക്കം പുറത്ത് വിട്ടിട്ടുണ്ട് എന്നതാണ്. അരിച്ചു പെറുക്കിയുള്ള പരിശോധന അല്ലേ?
തീർച്ചയായും മനു, പോലീസ് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇയാളുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളും നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലഭ്യമായി കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുന്നതിനുള്ള നമ്പർ കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളുടെ ഒരു വലിയ സഹായത്തോടു കൂടി തന്നെ ഈ പ്രതിയെ, ഇയാളെ ജയിൽ ചാടിയ കൊടും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. രാവിലെ ഒരു 6 മണിക്ക് മുതൽക്ക് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ജയിൽ ചാടി എന്നുള്ള ഒരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് പോലീസോ ജയിൽ അധികൃതരോ എത്തിയിട്ടില്ലായിരുന്നു. അതിനുള്ള കാരണം ഈ ജയിൽ വളപ്പിൽ ഏതെങ്കിലും, കാരണം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ, ഈ ജയിൽ വളപ്പിൽ ഏക്കർ കണക്കിന് വരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വളപ്പിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിശോധന പൂർത്തിയായതിനു ശേഷമാണ് ജയിൽ ഉറപ്പിക്കുന്നത് പോലീസ്. അതിനുശേഷം വിശ്രമമില്ലാതെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലും പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. പല സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ സ്ഥലത്തും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിന്റെ സൈബർ വിഭാഗവും അതോടൊപ്പം തന്നെ മുഴുവൻ CCTVകളും ജയിലിലുള്ളത് മാത്രമല്ല, ജയിലിന്റെ പല ഭാഗങ്ങളിലേക്ക് ദേശീയപാത 66 കണ്ണൂർ നഗരം മുതൽ ഈ പുതിയ തെരു വരെയുള്ള സ്ഥലങ്ങളിലെ CCTV പോലീസ് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട CCTVകളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് ഇടവഴികളിൽ ഈ ദേശീയപാതയല്ലാതെ ജയിലിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുള്ള നഗര റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV പരിശോധനയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. കൂടാതെ വാഹന പരിശോധന ജില്ലാ അതിർത്തികളിലും അതോടൊപ്പം തന്നെ പ്രധാന സ്ഥലങ്ങളിലുമെല്ലാം തന്നെ പോലീസ് വാഹന പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കർണാടക അതിർത്തി മേഖലയിൽ, കാരണം കുടക് ഈ കണ്ണൂർ ജില്ലയിൽ കർണാടകയുമായി ഇവന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് തീവണ്ടികളാണ്, ട്രെയിനാണ് ഇവന്റെ ഒരു വിഹാര കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ സൗമ്യയുടെ മരണവും സംഭവിക്കുന്നത്, കൊലപാതകം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേക സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ ട്രെയിനുകളിലും പരിശോധന നടത്താനുള്ള നിർദ്ദേശം പോലീസ് നൽകി കഴിഞ്ഞു. അത് റെയിൽവേ പോലീസ് എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിനുകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഈ റോഡ് മാർഗമുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിശോധനയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഏതെങ്കിലും പുറമേ നിന്നുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം പോലീസിനുണ്ട്. അതുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സമയങ്ങളിൽ ഉള്ള ഒരു അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ടവർ പരിധിയിൽ വന്ന എല്ലാ ഫോൺ കോളുകളും വിശദമായി തന്നെ പരിശോധിക്കുകയാണോ? തീർച്ചയായും മനു, അത് രാവിലെ തന്നെ ആ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ ഫോൺ നമ്പറുകളും ഈ ജയിലിന്റെ പരിസരത്തുള്ള ടവർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസിന്റെ സൈബർ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിനെ പോലും വളരെ അല്ലെങ്കിൽ മലയാളികളെ മൊത്തം അത്ഭുതപ്പെടുത്തുന്ന ഒരു ജയിൽ ചാട്ടമാണിത്. ഗോവിന്ദചാമിയെ പോലെ ഒരാൾ, ഈ ശരീരത്തിന് മുഴുവനായും സ്വാധീനമില്ലാത്ത ഒരാൾ എങ്ങനെ അത്യന്തം സുരക്ഷയുള്ള കണ്ണൂർ ജയിലിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലിൽ നിന്നും തടവ് ചാടി എന്നുള്ളത് പലപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് അവിടെ മനു പറഞ്ഞതുപോലെ തന്നെ ഈ ജയിൽ ചാട്ടം നടത്തണമെങ്കിൽ ഈ ഗോവിന്ദചാമിയുടെ ക്രിമിനൽ മെന്റാലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ്.